മമ്മൂട്ടി ആരാധകർ ഏറെ നിരാശയിലാണ്. അതിന് കാരണം ബസൂക്കയുടെ റിലീസ് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും. മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ചിത്രമാണ് ബസൂക്ക. ടിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറും എന്ന പ്രതീക്ഷയോടെ മലയാള സിനിമാ പ്രേക്ഷകരും അതിലുപരി മമ്മൂട്ടി ആരാധകരും കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി. ഏപ്രിൽ 10-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. എന്നാൽ മമ്മൂട്ടി ആരാധകർ തികച്ചും നിരാശയിലാണ് ഇപ്പോൾ. അതിന് കാരണം ചിത്രത്തിന്റെ റിലീസ് തന്നെയാണ്. മമ്മൂട്ടിയോടൊപ്പം ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് പരിചിതമല്ലാത്ത ഒരു സബ്ജക്റ്റ് തന്നെയാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത്. മമ്മൂട്ടി ചിത്രം ആയതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഈ അടുത്തിറങ്ങിയ മമ്മൂട്ടി സിനിമകൾ തന്നെയാണ് അതിന് കാരണവും. മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ് ബസൂക്ക ടീം അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ റിലീസിനെ പറ്റി ചില വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. കേരളത്തിൽ 350-ലേറെ സ്ക്രീനുകളിൽ ബസൂക്ക റിലീസ് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്നലെ വന്ന അപ്ഡേഷൻ പ്രകാരം 200, 225 ആ ഒരു കൗണ്ടിൽ ഒതുങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള യുവതാരങ്ങളുടെ ചിത്രങ്ങൾക്ക് പോലും 200-ന് മുകളിൽ തിയേറ്ററുകളിൽ ലഭിക്കുമ്പോഴാണ് ഇതുപോലെയൊരു മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ബിഗ് ബജറ്റ് മൂവി 200, 225 തിയേറ്ററുകൾക്കുള്ളിൽ ഒതുങ്ങുന്നത്. അതും വെക്കേഷൻ സീസണിൽ വരുന്ന മമ്മൂട്ടിയുടെ ചിത്രം. മോഹൻലാലിന്റെ എമ്പുരാൻ ഏകദേശം കേരളത്തിലെ 90% തിയേറ്ററുകളിലും റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകർ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങി. എന്നാൽ മമ്മൂട്ടി ആരാധകരും വൻ പ്രതീക്ഷയിലായിരുന്നു. എമ്പുരാൻ കഴിഞ്ഞ ഉടനെ തന്നെ ബസൂക്കയും തിയേറ്ററുകളിലെത്തുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഏപ്രിൽ 10-ന് ഒട്ടനവധി ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ബസൂക്കയുടെ തിയേറ്ററുകളുടെ എണ്ണവും കുറഞ്ഞു. 200, 225 തിയേറ്ററുകളാണ് റിലീസ് ചെയ്യുക എന്നറിഞ്ഞതോടുകൂടി മമ്മൂട്ടി ആരാധകർ രോഷത്തിലാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകർ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണമായിരുന്നു. മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നത് മികച്ച ചിത്രങ്ങളാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നതും മികച്ച ചിത്രങ്ങളാണ്. എന്നാൽ മമ്മൂട്ടി ആരാധകർ മികച്ച ചിത്രങ്ങളിൽ മാത്രം തൃപ്തിപ്പെടുന്നില്ല. മികച്ച കലക്ഷൻ നേടുന്നതോടുകൂടിയാണ് ഒരു ആരാധകൻ എന്ന നിലയിൽ തൃപ്തനാകുന്നത്. എന്നാൽ മമ്മൂട്ടി സിനിമകൾക്ക് അതിന് കഴിയുന്നില്ല. അതിന് കാരണം തിയേറ്ററുകളുടെ എണ്ണക്കുറവ് തന്നെയാണ്. വളരെ കുറഞ്ഞ തിയേറ്ററുകളിലാണ് മമ്മൂട്ടി ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നത്. ബസൂക്ക ആദ്യം പറഞ്ഞിരുന്നത് 350 സ്ക്രീനിൽ കേരളത്തിൽ റിലീസ് ചെയ്യുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് മികച്ചൊരു കളക്ഷൻ ബസൂക്ക സ്വന്തമാക്കിയെന്നെ. എന്നാൽ തിയേറ്ററുകളുടെ എണ്ണം നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞു. 200 തിയേറ്ററുകളിൽ മുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ കടുത്ത രോഷത്തിലാണ്. ഇനിയെങ്കിലും മമ്മൂട്ടിയുടെ ഡിസ്ട്രിബ്യൂഷൻ ടീം ഇത് മനസ്സിലാക്കണം. മമ്മൂട്ടി സിനിമകൾ കുറച്ചുകൂടി വൈഡായി റിലീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലേ ആരാധകർ തൃപ്തനാകൂ. ഓരോ നടന്മാരുടെ ആരാധകരാണ് അവരുടെ സിനിമകളെ വിജയിപ്പിക്കുന്നത്. നല്ല സിനിമകളായാൽ പ്രേക്ഷകർക്കാരും. എന്നാൽ ഫാൻ ഫൈറ്റുള്ള ഈ കേരളത്തിൽ കലക്ഷൻ വെച്ച് തന്നെയാണ് സിനിമകൾ കമ്പയർ ചെയ്യുന്നത്. മമ്മൂട്ടി ആരാധകർ പോലും പറഞ്ഞു തുടങ്ങി മമ്മൂട്ടി മോഹൻലാലിനെ കണ്ടുപഠിക്കണമെന്ന്. മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസ് എത്ര ഗംഭീരമായിട്ടാണ് തിയേറ്ററുകൾ ചാർട്ട് ചെയ്യുന്നത്. അവസാനമായി ഇറങ്ങുന്ന എമ്പുരാൻ പോലും അതിനുദാഹരണമാണ്. കേരളത്തിലെ 90% മുകളിൽ തിയേറ്ററുകളിൽ എമ്പുരാൻ റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ വളരെ നിരാശയിലാണ്. ബസൂക്ക മിനിമം 300 സ്ക്രീനിലെങ്കിലും റിലീസ് ചെയ്യണമെന്നാണ് ആരാധകരുടെ അഭ്യർത്ഥന. മമ്മൂട്ടി സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷന്റെ പിഴവ് തന്നെയാണിത്. GCCയിലൊക്കെ സമ്മത് ചെയ്യുന്നത് എത്ര ഭംഗിയായിട്ടാണ്. അതുപോലെ കേരളത്തിലും മമ്മൂട്ടി സിനിമകൾ എത്തിക്കാൻ ഒരു ടീം തന്നെ റെഡിയാക്കേണ്ടി വരും. ഒരു പക്ഷേ ട്രൂത്ത് ഗ്ലോബലിൽ തന്നെ കേരളത്തിലെയും ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നതായിരിക്കും മമ്മൂട്ടി ചിത്രങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.